بسم الله الرحمن الرحيم. فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1376 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 17 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ് വഅശിയ്യം വഹീന തുദ്ഹിറൂൻ يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون. صدق الله العلي العظيم. സൂറത്തുർ റൂമിലെ 17 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ തൊട്ടു മുമ്പായി ഉണ്ടായിരുന്ന ആയത്തുകളിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും അമാലുസാലിഹാത്ത് ചെയ്യുന്നതിൽ വ്യാപൃതരാകുകയും ചെയ്യുന്ന ആളുകളുടെ അവരെ ഏറ്റുവാങ്ങാനിരിക്കുന്ന പരിണതി, ആഖിബത്ത് എന്താണ് എന്നും, അതുപോലെ നിഷേധിക്കുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഏറ്റുവാങ്ങാൻ പോകുന്ന ആക്ഷേപത്ത് എന്താണെന്നതും വ്യക്തമാക്കപ്പെടുകയുണ്ടായി. വിശ്വാസമാർഗം സ്വീകരിച്ച് സൽക്കർമ്മികളായി മാറിയ ആളുകൾ, വിശ്വാസമാണ് അവരുടെ ആ സൽക്കർമ്മങ്ങൾക്കും നന്മകൾക്കും ഒക്കെ അടിത്തറയായിട്ട് വർത്തിച്ചുകൊണ്ടിരുന്നത് അവരുടെ കാര്യത്തിൽ. അപ്പോ വിശ്വാസവും ജീവിത ദർശനവും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരുന്ന ആളുകൾ സന്തോഷാഹ്ലാദങ്ങളുടെ ഒരു ഉദ്യാനത്തിലായിരിക്കും ഉണ്ടാവുക. അവരുടെ ആഖിബത്ത് അങ്ങനെ ആഹ്ലാദകരമായ ഒരു ഉദ്യാനത്തിൽ കഴിയാൻ സൗഭാഗ്യം ഉള്ളവരായി മാറുക എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. എന്നാൽ നിഷേധികളായി മാറുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയും ചെയ്ത ആളുകൾ, അവര് തീർച്ചയായിട്ടും ശിക്ഷയിൽ ഹാജരാക്കപ്പെടും, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ട വിധത്തിൽ അവിടെ ഹാജരാക്കപ്പെടും എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. ഇവിടെ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്തവർ എന്ന് പറഞ്ഞതുപോലെ, നിഷേധികളുടെ കാര്യത്തില് നിഷേധികളാവുകയും ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവർ എന്ന് പ്രത്യേകമായിട്ട് പറയുകയുണ്ടായിട്ടില്ല. കർമ്മങ്ങള് സ്വീകാര്യമാവുന്നതിന്, ഫലവത്താവുന്നതിന് പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമായി മാറുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിബന്ധന അവര് അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാവുകയും ശരിയായ ജീവിത ദർശനം സ്വീകരിച്ചവരാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, സത്യവിശ്വാസം ഉൾക്കൊള്ളാതെ ജീവിത ദർശനം ശരിയായതല്ലാതെ ജീവിക്കുന്ന ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ
പാരത്രിക ലോകത്ത് അവർക്ക് ഫലം ചെയ്യുന്നതാവുകയില്ല എന്നതാണ് ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യം. നമ്മുടെ കാലഘട്ടത്തിൽ ഈ സംഗതിയെ പരിഹസിക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന, അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. സൽക്കർമ്മികളായ ആളുകൾ അവര് ഏത് വിഭാഗത്തിൽ പെടുന്നവരായാലും, വിശ്വാസികളായാലും അവിശ്വാസികളായാലും അതൊക്കെ ഫലവത്തായിട്ട് മാറും. അതവർക്ക് പ്രതിഫലാർഹമായ കർമ്മങ്ങളായിട്ട് പരിഗണിക്കപ്പെടും. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കല് സ്വീകരിക്കപ്പെടും എന്ന വിധത്തില് പറഞ്ഞുകൊണ്ട് എല്ലാ വിശ്വാസ രീതികളെയും വെള്ളപൂശുന്ന, അല്ലെങ്കിൽ അതിനെ ഒന്ന് അനുകമ്പയോടുകൂടി ട്രീറ്റ് ചെയ്യുന്ന ഒരു സമീപനം, അത് നമ്മുടെ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ഒരു പക്ഷെ അങ്ങനെയുള്ള ഒരു സമീപനത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു വരും. നമ്മുടെ പ്രത്യേകമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തില് പലരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു വിവരണമോ ഒരു സമീപനമോ ആയിരിക്കും അത്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കുന്ന വിധത്തില് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, സത്യവിശ്വാസം ഉൾക്കൊള്ളാത്ത, ശരിയായ ജീവിത ദർശനം സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാള് അയാൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങള് ഭൂമുഖത്തവർക്ക് അതുപോലെ മറ്റുള്ളവർക്കും ഒക്കെ അതിന്റെ ഫലം ഉണ്ടായിരുന്നു വരും. ഭൂമുഖത്ത് അതിനുള്ള ചില നേട്ടങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ലഭിച്ചെന്നും വരും. ചുറ്റുപാടുമുള്ള ആളുകൾക്കും സമൂഹത്തിനും ഒക്കെ അതിന്റെ ഗുണപരമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിച്ചു എന്നും വരും. പക്ഷെ പാരത്രിക ലോകത്ത് ഒരിക്കലും തന്നെ അത്തരം പ്രവർത്തനങ്ങൾ പ്രതിഫലാർഹമാവുകയില്ല. അള്ളാഹുവിൽ വിശ്വാസം ഉൾക്കൊള്ളാത്ത, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ലാത്ത ഒരു പ്രവർത്തനവും പരിഗണിക്കപ്പെടുന്നതേ അല്ല എന്നതാണ് ഖുർആൻ പലയിടങ്ങളിലായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ അള്ളാഹുവിനെ നിഷേധിക്കുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്ത ആളുകൾ, അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിക്കുന്ന ആളുകൾ, അവര് തീർച്ചയായും ശിക്ഷയിൽ ഹാജരാക്കപ്പെടും, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന വിധത്തിൽ അവരെ രംഗത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞിട്ടുള്ളത്. അവരുടെ കർമ്മങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നേയില്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. അവര് ചെയ്തത് ദുഷ്കർമ്മങ്ങളാവണമെന്നില്ല. അല്ലാതെ തന്നെ അവര് അള്ളാഹുവിനെ ഏത് വിധത്തില് ഉൾക്കൊണ്ടു എന്നതാണ് അവരുടെ ജയപരാജയങ്ങളുടെ മാനദണ്ഡമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അള്ളാഹു തന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തി അള്ളാഹുവിനെ ഉൾക്കൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സാധിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടേതാണ് സ്വീകാര്യമായ കർമ്മങ്ങൾ. അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിനെ തിരിച്ചറിയാത്ത, അവന് വിധേയപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് അള്ളാഹുവിന്റെ അടുക്കൽ പാരത്രിക ലോകത്ത് സ്വീകാര്യമായതോ പ്രതിഫലാർഹമായതോ ആവുകയില്ല എന്നത് തന്നെയാണ് ഖുർആൻ അടിവരയിട്ട് പറയുന്ന കാര്യം എന്നത് ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം മറിച്ച് പറയുന്ന എപ്പോളജിസ്റ്റുകളായ ധാരാളം ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ അക്കാര്യം സൂചിപ്പിക്കുന്നത്. തുടർന്ന് വന്ന 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. അതിനാൽ ഫ എന്ന ഒരക്ഷരം അതൊരു പദം കൂടിയാണ്. ആ പദം ആണ് ഈ ആയത്തിന്റെ തുടക്കം. ഫസുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു പരിശുദ്ധനാകുന്നു, അല്ലെങ്കിൽ ന്യൂനതകൾക്ക് അതീതനാകുന്നു. അള്ളാഹുവിനെ ഗ്ലോറിഫൈ ചെയ്യുക, അതിനാൽ അള്ളാഹുവിനെ വാഴ്ത്തുക,
ഫസുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ഫ എന്നത് വളരെ ഹെവിലി ലോഡഡ് ആയ ഒരു പ്രയോഗമാണ്, ഒരു പദമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുകളിൽ പറഞ്ഞ രണ്ട് കാരണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ മാർഗം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരുടെ ആഖിബത്ത് അവര് സന്തോഷാഹ്ലാദങ്ങളുടെ ഉദ്യാനത്തിലായിരിക്കും എന്ന് പറഞ്ഞ ഒരു കാര്യം, നിഷേധികളായി നിലകൊള്ളുകയും ദൈവിക ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയും ചെയ്ത ആളുകൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരും ആയിരിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇത് പറയുമ്പോ ഈ മാനദണ്ഡങ്ങൾ, കാര്യങ്ങള് ഈ വിധത്തില് വ്യക്തമാക്കപ്പെട്ടിരിക്കെ കാര്യങ്ങളുടെ തീരുമാനമുണ്ടാവുന്നത് ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നിരിക്കെ എന്നുള്ള ഒരു അർത്ഥം ചേർത്ത് വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. മുകളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് വിഭാഗം ആളുകള്, അന്ന് രണ്ട് കാറ്റഗറി ആയിട്ട് ആളുകള് വേർതിരിയും എന്നതാണല്ലോ സൂചിപ്പിക്കപ്പെട്ടത്. ആ നാളില് സാഴത്ത് സംഭവിക്കുമ്പോ രണ്ട് വിഭാഗങ്ങളായി, അല്ലെങ്കിൽ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് ആളുകൾ ഇങ്ങനെ വേർതിരിഞ്ഞു വരും എന്ന്. മനുഷ്യോൽപത്തി മുതല് അവസാന കാലം വരെയുള്ള ആളുകളുടെ കൂട്ടത്തില് സത്യമാർഗത്തിൽ നിലക്കൊണ്ട ആളുകൾ ഒരു കക്ഷിയായിട്ടും അസത്യങ്ങളുടെ മാർഗങ്ങളിൽ സഞ്ചരിച്ചവർ വേറൊരു കക്ഷിയായിട്ടും രണ്ട് വിഭാഗങ്ങളായിട്ട് മാറും എന്നതാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതില് സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ സന്തോഷാഹ്ലാദങ്ങളുടെ ഉദ്യാനങ്ങളിലായിരിക്കും എന്നത് വ്യക്തമാക്കപ്പെട്ടു. എന്നാൽ നിഷേധികളാവുകയും ദൈവിക ദൃഷ്ടാന്തങ്ങളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് ശ്രമിക്കുകയൊക്കെ ചെയ്യാതിരുന്ന, നിഷേധിച്ച, അതിനെ തള്ളിക്കളഞ്ഞ ആളുകൾ, അവയ്ക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ പ്രാധാന്യം കൽപ്പിക്കാതെ മറ്റു പല സംഗതികളുമായിട്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് കടന്നു പോകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതിന്റെ പ്രയോജനം നേടുന്നില്ല. എന്തിനു വേണ്ടി അള്ളാഹു അസംഖ്യം പ്രതിഭാസങ്ങളെ നമ്മുടെ ചുറ്റുമായി വിന്യസിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നത് ആലോചിച്ച് ഉൾക്കൊള്ളുന്നവരെല്ലാവരും ഈ ദൈവിക പ്രതിഭാസങ്ങൾ കാരണമായിട്ടൊന്നും പ്രയോജനം നേടാത്ത ആളുകൾ, അവര് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ. കാര്യങ്ങൾ ഈ വിധത്തില് വ്യക്തതയുള്ളതായി ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഫസുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്നാണ് തുടർന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിനാൽ, അതിനാൽ എന്ന് പറയുന്നതിന്റെ ഊന്നൽ അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലേക്കാണ്. ഫസുബ്ഹാനല്ലാഹി എപ്പോഴാണ്? ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. രണ്ട് പ്രത്യേകമായ സന്ദർഭങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്. പ്രദോഷ വേളയിലും പ്രഭാത വേളയിലുമായി അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനാൽ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക പ്രദോഷവേളകളിലും പ്രഭാതവേളകളിലും എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് വിശ്വാസമാർഗം സ്വീകരിച്ച ആളുകൾക്ക് പിന്തുടരാനുള്ള വഴി, അവർക്ക് ജീവിതത്തില് അനുധാവനം ചെയ്യാനുള്ള ഒരു കർമ്മമാർഗം ഇതാണ്. പ്രദോഷങ്ങളിലും പ്രഭാതങ്ങളിലും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുക എന്നതാണ്. ഇവിടെ തസ്ബീഹ് എന്നത്, അതുപോലെ തുടർന്ന് ഹംദും പറയുന്നുണ്ട്, തഹ്മീദും പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് എത്തും. അതിന് മുമ്പായിട്ട് ഈ തസ്ബീഹും തഹ്മീദും ഒക്കെ തന്നെ വളരെ നിർണിതമായ സമയക്രമം അനുസരിച്ച് നിർവഹിക്കുന്ന ഒരു രൂപമാണ് നമ്മൾ നമസ്കാരം എന്ന പേരിൽ മനസ്സിലാക്കി വെക്കുന്നത്. അറബിയിൽ സ്വലാത്ത് എന്ന് പറയും. അള്ളാഹുവിനുള്ള പ്രകീർത്തനങ്ങളാണ് സ്വലാത്ത് എന്ന വാക്കിന്റെ അർത്ഥം. സമയം നിശ്ചയിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് സ്തുതി കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും
അർപ്പിക്കുക എന്നതാണ് നമസ്കാരത്തിന്റെ താല്പര്യം തന്നെ. അള്ളാഹുവിനെ സ്മരിക്കുന്നതിനുള്ളതാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിനും അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് നമസ്കാരം. അപ്പോ നമസ്കാരത്തെ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതുകൂടാതെ പരോക്ഷമായിട്ട് സുജൂദ് പരാമർശിച്ചുകൊണ്ടും റുകൂഅ് പരാമർശിച്ചുകൊണ്ടും തസ്ബീഹ്, തഹ്മീദ് പോലെയുള്ള സംഗതികളൊക്കെ പരാമർശിച്ചുകൊണ്ടും നമസ്കാരത്തെ സൂചിപ്പിക്കുന്ന കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് ഈ നമ്മൾ വായനക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആയത്തുകൾ. ഇതിൽ അള്ളാഹു പറയുന്നത് വിജയികളുടെ മാർഗവും പരാജിതരുടെ മാർഗവും ഈ വിധത്തില് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയിരിക്കെ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരുടെ ആഖിബത്ത് എന്ത് എന്നും നിഷേധികളായും ദൈവിക ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്നവരായും ജീവിച്ച ആളുകളുടെ ആഖിബത്ത് എന്ത് എന്നും സുവ്യക്തമായ സ്ഥിതിക്ക് സത്യമാർഗം സ്വീകരിച്ച ആളുകൾ അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നതിൽ വ്യാപൃതരാവട്ടെ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഫ സുബ്ഹാനല്ലാ, ഫ സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ അപ്പോൾ അള്ളാഹുവിനുള്ള സ്തുതികീർത്തനങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള പ്രകീർത്തനം, അള്ളാഹുവിനുള്ള വാഴ്ത്തൽ എന്ന് നമുക്ക് അർത്ഥകൽപ്പന നൽകാം. അതൊരു ക്രിയാരൂപമല്ല, പക്ഷെ പരോക്ഷമായിട്ട് ക്രിയാരൂപം സജസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ആണിത്. സുബ്ഹാനല്ലാ എന്നത് അറബി ഭാഷയിൽ തന്നെ വളരെ വ്യത്യസ്തതയുള്ള ഒരു പ്രയോഗമാണ്. അത് നാമമാണോ സുബ്ഹാൻ എന്നത്, ക്രിയയാണോ എന്നത് നമുക്ക് ഓരോ സന്ദർഭത്തിന്റെ ഇംപ്ലിക്കേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ സുബ്ഹാൻ എന്നതിന്റെ ക്രിയാരൂപം സബ്ബഹ യുസബ്ബിഹു എന്നൊക്കെയാണ്. അത് പലപ്പോഴായി വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളതും കാണാൻ സാധിക്കും. എന്നാൽ സുബ്ഹാൻ എന്നത് ഈ നാമവുമാണ് ക്രിയാരൂപവുമാണ്, അത് രണ്ടും ചേർന്നതുമാണ്. അത് ഓരോ സന്ദർഭത്തിലും അത് നൽകുന്ന ചില സൂചന എന്താണോ അതാണ് അതിന്റെ താല്പര്യം എന്ന് കാണാൻ കഴിയും. ഫസുബ്ഹാനല്ലാ, അങ്ങനെ വരുമ്പോൾ സ്തുതികീർത്തനങ്ങൾ അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്തുതികീർത്തനങ്ങൾ അള്ളാഹുവിനെ ആക്കുക, അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുക, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്നൊക്കെയുള്ള ക്രിയാരൂപത്തിലൊരു നിർദ്ദേശം നൽകുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വലിയ സാധ്യതയുണ്ട്. അത് നമ്മൾ ആ വായനയുടെ ഏത് രീതിയിൽ നമ്മൾ ഏത് ആംഗിളിൽ നമ്മൾ അതിനെ വായിക്കുന്നു എന്ന പോലെയാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം രൂപപ്പെട്ടു വരിക. അതിനാൽ കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമായിരിക്കെ ഫസുബ്ഹാനല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരായിട്ട് നിലകൊള്ളുക. സത്യവിശ്വാസ മാർഗം ഉൾക്കൊള്ളുന്നവർ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരാവട്ടെ എന്നൊക്കെ നമുക്കത് വായിക്കാം. ഫസുബ്ഹാനല്ലാഹി, രണ്ട് സന്ദർഭങ്ങളാണ് ഈ ആയത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഹീന തുംസൂന, നിങ്ങൾ സന്ധ്യാവേളയിൽ എത്തിച്ചേരുമ്പോൾ എന്നാണ് ആ വാക്ക് നൽകുന്ന അർത്ഥം. മസാ എന്ന് പറഞ്ഞാൽ സന്ധ്യ, വൈകുന്നേരം എന്നൊക്കെയാണ്. അതിന്റെ വേറെ രൂപമാണ് തുംസൂന, നിങ്ങൾ സന്ധ്യാവേളയിൽ എത്തുമ്പോൾ എന്നാണ് അതിന്റെ ഭാഷാപരമായ സൂചന. സന്ധ്യാവേളയിൽ അല്ലെങ്കിൽ പ്രദോഷ നേരത്ത്, പ്രദോഷവേളകളിൽ നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. വഹീന തുസ്ബിഹൂൻ, നിങ്ങൾ പുലർന്നു വരുമ്പോഴും എന്നാണ്. സുബഹി എന്ന് പറഞ്ഞാൽ ഫജ്ർ എന്ന് പറഞ്ഞ പ്രഭാതമാവുക എന്നാണ്. നിങ്ങൾ പ്രഭാതമാവുമ്പോൾ, നിങ്ങൾ പ്രഭാത നേരത്തിന്റെ ആ സന്ദർഭത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്നാണ് ഭാഷാപരമായിട്ട് അതിന്റെ സൂചന. അപ്പോൾ നിങ്ങൾ പ്രദോഷവേളകളിൽ എത്തുമ്പോഴും പ്രഭാതവേളകളിൽ എത്തുമ്പോഴും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നവരായി നിലകൊള്ളുക എന്ന് നമുക്ക് ഈ ആയത്തിന്റെ ആശയമായിട്ട് മനസ്സിലാക്കാം. വലഹുൽ ഹംദു, ഇനി അവനുള്ളതാണ് സകല സ്തുതിയും. ഹംദ്
എല്ലാ അർത്ഥത്തിലും അവൻ അർഹതപ്പെട്ടതാണ്. എവിടെയാണ്? ഫിസ്സമാവാത്തി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും. പ്രപഞ്ചത്തിൽ ഒന്നാകെയായിട്ട് ഹംദിനുടയവനായ, പ്രകീർത്തനവും സ്തുതികീർത്തനവും അർഹിക്കുന്നവനായ ഒരേ ഒരുവൻ അള്ളാഹുവാണ്. മറ്റാരും ഹംദ് അർഹിക്കുന്നവരല്ല. പലരെയും സമൂഹത്തിൽ പലരും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നടക്കുന്നൊക്കെ ഉണ്ടാകും. യഥാർത്ഥത്തിൽ അവർ സ്തുതി അർഹിക്കുന്നവരല്ല. അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം അള്ളാഹു നൽകിയ വിഭവങ്ങളുടെയും കഴിവുകളുടെയും അതുപോലെ ധിഷണയുടെയും ഒക്കെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാത്രം വല്ലതും ചെയ്യാൻ കഴിയുന്നവരാണ് എല്ലാവരും തന്നെ. അവര് സ്വതന്ത്രമായിട്ട് ആർക്കു വേണ്ടിയും ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നവരല്ല. അതുകൊണ്ട് തന്നെ സ്തുതികീർത്തനങ്ങള് ഹംദിന് അവര് അർഹതയുള്ളവരല്ല. ഹംദിനുള്ള അർഹത അള്ളാഹുവിന് മാത്രമാണ്. വലഹുൽ ഹംദു ഫിസ്സമാവാത്തി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും സ്തുതി അവനുള്ളതാണ്, അവൻ അർഹിക്കുന്നതാണ്. ഹംദ് അവന് അവകാശപ്പെട്ടതാണ്. വഅശിയ്യൻ, അതുപോലെ ഇഷാ സമയത്ത്, സന്ധ്യാവേളയില്, അല്ലെങ്കിൽ രാവ് ഇരുട്ടിയ നേരത്ത്, വഹീന തുദ്ഹിറൂൻ, നിങ്ങൾ നട്ടുച്ച നേരത്തെത്തുമ്പോഴും. ളുഹുർ നമസ്കാരത്തിന്റെ സമയമാണ്. ആ സമയത്തിലേക്ക് എത്തുന്നതിനാണ് തുദ്ഹിറു എന്നിവിടെ പറയുന്നത്. തുദ്ഹിറൂൻ, നിങ്ങൾ ളുഹുർ നേരത്തിലേക്ക് എത്തുമ്പോൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതുപോലെ അഷീ സമയത്ത്, അഷീ എന്നുള്ളത് രാവ് ഇരുട്ടുന്ന സമയമാണ്. അന്തരീക്ഷത്തുനിന്ന്, ആകാശത്തുനിന്ന് മേഘത്തിലെ സൂര്യാസ്തമയ സമയത്തെ ചുവപ്പ് മാഞ്ഞ് ഇരുട്ട് കുത്തിയതായി മാറുന്ന സമയത്തിനാണ് ഇഷാ എന്ന് പറയുന്നത്. അപ്പൊ ഇഷാ സമയം എത്തുമ്പോഴും, അതുപോലെ പകലില് നമ്മളെ തലയ്ക്ക് മീതെ സൂര്യൻ കത്തി നിൽക്കുന്ന ആ പോയിന്റിലേക്ക് എത്തുമ്പോഴും, ആ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ അള്ളാഹുവിന് ഹംദ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ പ്രഭാതവേളയിലും പ്രദോഷവേളയിലും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് അള്ളാഹു വിശ്വാസമാർഗം സ്വീകരിച്ച ആളുകളോടായിട്ട് ഇവിടെ നിർദ്ദേശിക്കുന്നത്. നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട നമസ്കാരങ്ങളുടെ 4 സന്ദർഭങ്ങൾ, ആകെയുള്ള 5 സന്ദർഭങ്ങളിൽ 4 സന്ദർഭവും ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. പ്രഭാതവും പ്രദോഷവും നമസ്കാരത്തിന്റെ സമയമാണ്. മഗ്രിബും അതുപോലെ തന്നെ ഫജ്റും, ഈ 2 നമസ്കാരങ്ങളും ഇവിടെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ അഷിയും ളുഹുറും, ഇഷാവും ളുഹുറും, വേറെ 2 നമസ്കാരങ്ങളും പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരുപക്ഷെ പരാമർശിക്കപ്പെടാതിരിക്കുന്നത് അസ്ർ നമസ്കാരം മാത്രമായിരിക്കും. അത് തന്നെ ഹീന തുംസൂൻ എന്ന് പറയുന്നതില് നമ്മൾ അതിനെ, ഈ മസാ എന്നതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതുപോലെ ഇരിക്കും. മസാ എന്നത് സന്ധ്യയാവുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ എന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പുള്ള സമയമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അത് അസ്ർ നമസ്കാരത്തെ സൂചിപ്പിക്കുകയാണ്. അതല്ല, സൂര്യൻ അസ്തമിക്കുന്നതോടെയുള്ള ആ സമയമാണ് നമ്മൾ അതുകൊണ്ട് ഉൾക്കൊള്ളുന്നതെങ്കിൽ അത് മഗ്രിബ് നമസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് 2 നിലക്കുള്ള വായനകള് സാധ്യമാണ്. എന്തായാലും ഈ വ്യത്യസ്തമായ നിർണയിക്കപ്പെട്ട സന്ദർഭങ്ങളിലായി നിങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുകയും അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയും ചെയ്യണം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യം. നമസ്കാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് അതിന്റെ വിശദാംശങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം ആയത്തുകൾ ഇത് സംബന്ധമായിട്ട് കാണാൻ കഴിയും. 5 നേരത്തെ നമസ്കാരം സ്പെസിഫിക് ആയിട്ട് തന്നെ പരാമർശിക്കുന്ന ആയത്തുകൾ നമ്മൾ നേരത്തെ പഠന വിധേയമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ സൂറത്ത് ഹൂദില് നമ്മൾ ആ സൂറത്ത് പഠിച്ച ഘട്ടത്തില് ഈ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അഖ്മിസ് സ്വലാത്ത തൊറഫൈൻ നഹാർ വസുലഫം മിനൽ ലൈൽ എന്നത് 5 നേരത്തെ നമസ്കാരത്തെ
കൃത്യമായി അടയാളപ്പെടുത്തുന്ന പ്രയോഗങ്ങളാണ് അതിലുള്ളത്. അതുപോലെ സൂറത്തുൽ ഇസ്രായില് അഖ്മിസ് സ്വലാത്ത ലിദുലൂക്കി ശംസി ഇലാ ഗസഖിൽ ലൈൽ വഖുർആനൽ ഫജ്ർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില നമസ്കാര സന്ദർഭങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുപോലെ സൂറത്തു ത്വാഹയില് നമസ്കാരത്തിന്റെ സമയത്ത് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണാം. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി, സൂര്യോദയത്തിന്റെ മുമ്പ്, വഖബ്ല ഖുറൂബിഹ, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ്. ഉദയത്തിന്റെ മുമ്പുള്ള നമസ്കാരം ഫജ്റാണ്, അസ്തമയത്തിന്റെ മുമ്പുള്ള നമസ്കാരം അസ്റാണ്. അതുപോലെ വമിൻ ആനാ ഇല്ലയിൽ, രാത്രിയുടെ പല ഘട്ടങ്ങളിൽ, ഫസബ്ബിഹ്, അവനെ പ്രകീർത്തിക്കുക, വഅത്റാഫൻ നഹാർ, പകലിന്റെ ചില ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ചില അറ്റങ്ങളിലുമായി. അപ്പൊ ഈ വക സൂചനകളിലൂടെ വ്യത്യസ്ത സമയങ്ങളിൽ നിർവഹിക്കപ്പെടേണ്ട, അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വലാത്ത് എന്ന സത്യവിശ്വാസിയെ വ്യതിരിക്തനാക്കുന്ന ആ കർമ്മം, അത് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം ഉടമ്പടി ചെയ്യുന്നതിന്റെ രൂപമാണ്. അള്ളാഹുവിനുള്ള വിധേയത്വം നമ്മൾ മറന്നുപോകാതെ നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരത്തിൽ. ഞങ്ങൾ അവന് വിധേയപ്പെട്ടവനാണ്, അവന് കീഴ്പ്പെട്ടവനാണ് എന്ന കാര്യം ആവർത്തിച്ച് സമയാസമയങ്ങളിലായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിൽ നിർവഹിക്കപ്പെടുന്ന കാര്യം അതാണ്. അള്ളാഹുവിനുള്ള വിധേയത്വം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അത് മറക്കാനിടയാകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അടുത്ത നമസ്കാര വേളയിൽ ആ പ്രഖ്യാപനം നമ്മൾ നടത്തുകയാണ്. അപ്പൊ നമസ്കാരം സംബന്ധമായി അതിനുള്ള അദാൻ നിർവഹിക്കപ്പെടുന്നതോടെ നമസ്കരിക്കാൻ വേണ്ടി തയ്യാറായി വരിക എന്നത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅയിൽ നൽകുന്ന ഒരു നിർദ്ദേശം കാണാം. അതുപോലെ അംഗശുദ്ധി വരുത്തിയിട്ട് നമസ്കാരത്തിനായിട്ട് ഒരുങ്ങി വരാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത് ഖുർആനിൽ കാണാൻ കഴിയും. അതുപോലെ സ്ത്രീ സംസർഗം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇണകളുമായി ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ വലിയ അശുദ്ധിക്ക് വേണ്ടിയുള്ള ശുദ്ധീകരണ പ്രക്രിയക്ക് വിധേയമാകാൻ ആവശ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഘട്ടങ്ങളിൽ നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നത് അനുവദനീയമാണ് എന്ന് പറയുന്ന കാര്യം ഖുർആനിൽ കാണാൻ കഴിയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമസ്കരിക്കുന്നത് ഭീതി ഉള്ള സന്ദർഭങ്ങളിലാണെങ്കിൽ, യുദ്ധത്തിൻ്റെത് പോലെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ അവര് ഒരു വിഭാഗം വളരെ ജാഗ്രതയോടുകൂടി നിലകൊള്ളുന്നവരായിക്കൊണ്ട് തന്നെ നമസ്കാരത്തിൽ എങ്ങനെ അണിനിരക്കാം, മറ്റ് വിഭാഗം സുജൂദും റുക്കൂഉം ഒക്കെ നിർവഹിക്കുന്നവരാവുമ്പോൾ വേറെ രണ്ടാമത്തെ വിഭാഗം ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് ജാഗ്രതയോടുകൂടി നിലയുറപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ നിരന്തരമായി അള്ളാഹുവിനുള്ള വിധേയത്വം, അവനോടുള്ള കൂറ് ഒക്കെ പ്രഖ്യാപിക്കുന്ന, കൂട്ടായി നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് ഖുർആൻ നമസ്കാരത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പല ആളുകളും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വിധത്തിൽ ഇതിനെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളുമായിട്ടൊക്കെ കൂട്ടിക്കുഴക്കുന്നത് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഉണ്ടായ യുദ്ധ സാഹചര്യത്തില് മുസ്ലിമീങ്ങളിൽ പലരും യുദ്ധവിജയത്തിന് വേണ്ടി ജുമുഅ നിർവഹിച്ചില്ല എന്നൊക്കെ പറയുന്ന വിധത്തിലൊരു വീഡിയോ ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ആളുകൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല. നമസ്കാരത്തില് എന്തെങ്കിലും ഇങ്ങനെ ധർമ്മമേത് അധർമ്മമേത് ശരിയേത് തെറ്റേത് എന്നൊന്നും തിരിച്ചറിയാത്ത കാര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെയുള്ള നിർദ്ദേശമൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നന്മക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും ഒക്കെയാണ് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ഉണ്ടാവേണ്ടത്. പല സാഹചര്യങ്ങളിലും ഇന്നലെയുടെ
ശരി ഇന്ന് ശരിയല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ട എത്രയോ കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുമല്ല. ഇന്നലെ അത് കൊട്ടിഘോഷിക്കപ്പെട്ട ശരിയായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അത് വലിയ അബദ്ധവും അക്രമവും ഒക്കെ ആയിട്ട് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള ശരി തെറ്റുകള് വേർതിരിച്ച് മനസ്സിലാക്കാത്ത വിധത്തിൽ കിടക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോകാൻ, പ്രത്യേകിച്ച് നമസ്കാരങ്ങളിലൊക്കെ അങ്ങനെയുള്ള സംഗതികൾക്ക് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളതോ നമസ്കാരാനന്തരം ഉള്ള പ്രാർത്ഥനകളിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതോ യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമായ കാര്യമാണ്. നീതിക്കും നന്മക്കും വേണ്ടി, അതുപോലെ സുഖക്ഷേമങ്ങൾക്ക് വേണ്ടി ലോകത്തെ ഏത് മനുഷ്യനു വേണ്ടിയും പ്രാർത്ഥിക്കാം. അതിനൊന്നും ഒരു തടസ്സമില്ല. അള്ളാഹു അത് ശരിയായ വിധത്തില് അതിനുള്ള ജവാബ് നൽകാനും സാധ്യതയുണ്ട്. അവര് സത്യവിശ്വാസികൾ പോലും ആവണമെന്നില്ല. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹം അവർക്ക് നൽകാൻ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു ആദ്യം നൽകുന്നത് സത്യവിശ്വാസം ഉൾക്കൊള്ളാനുള്ള മനസ്സിന്റെ വിശാലതയാണ്. അതിനെ തുടർന്ന് ബാക്കി ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ആശ്വാസങ്ങളും സൗകര്യങ്ങളും കംഫേർട്സും അള്ളാഹു അവർക്ക് നൽകിയെന്ന് വരും. അതുകൊണ്ട് നമ്മൾ അത് നോക്കേണ്ടതില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അതില് നേരിന്റെയും നെറിയുടെയും പൊസിഷൻ എന്താണ് എന്നത് മനസ്സിലാക്കാത്ത ആശയക്കുഴപ്പങ്ങളുടെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരർത്ഥമില്ല. അപ്പോ അത് ഈ ആളുകൾക്ക് അത് അറിയാത്തത് കൊണ്ട് തെറ്റിദ്ധാരണ കാരണമായിട്ട് അവര് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ തസ്ബീഹ് നിർവഹിക്കാൻ വേണ്ടി സത്യമാർഗം ഉൾക്കൊണ്ട ആളുകളുടെ ആക്ഷേപത്തെ ഏത്, നിഷേധത്തിന്റെ മാർഗം സ്വീകരിച്ചവരെ ഏറ്റുവാങ്ങാൻ പോകുന്ന ആക്ഷേപത്തെ ഏത് എന്നത് വ്യക്തമായ സ്ഥിതിക്ക് അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നവരാവുക, അവനെ പ്രകീർത്തിക്കുക പ്രദോഷവേളയിലും പ്രഭാതവേളയിലും എന്നതാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിലെ ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന കാര്യം. വലഹുൽ ഹംദു ഫിസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ സ്തുതികീർത്തനങ്ങൾക്ക് അർഹതയുള്ളവൻ അവൻ മാത്രമാണ്. അവൻ അവകാശപ്പെട്ടതാണ് ഹംദ്. അതുപോലെ വശിയൻ, അന്തി നേരത്ത്, രാത്രി നേരത്ത്, വഹീന തുദ്ഹിറൂൻ, നിങ്ങൾ നട്ടുച്ച നേരത്തെത്തുമ്പോൾ, ഈ രണ്ട് സമയങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിനുള്ള സ്തുതികീർത്തനങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സമയമായിട്ട്. തുടർന്ന് അള്ളാഹു പറയുന്നത് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, അവനാണ് നിർജീവങ്ങളായവയിൽ നിന്ന് ജീവന്റെ തുടിപ്പുണ്ടാക്കി കൊണ്ടുവരുന്നവൻ. നിർജീവമായ സംഗതികളിൽ നിന്ന് ജീവൻ തുടികൊട്ടി വരുന്ന ഒരു സംഗതി. ആരാണിത് ചെയ്യുന്നത്? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട, അള്ളാഹുവിൻ്റെത് മാത്രമായ ഒരു സംഗതിയാണത്. നമ്മൾ പലപ്പോഴും ടെസ്റ്റ് ട്യൂബിലോ അല്ലെങ്കിൽ പുതിയ രീതികൾ സ്വീകരിച്ചുകൊണ്ടൊക്കെ പ്രജനനത്തിന് സാധ്യതകൾ ആരായുന്നുണ്ടാവും. പക്ഷെ ജീവൻ തുടികൊട്ടുന്ന ആ ഒരു സംഗതി നമ്മുടെ പ്രയത്നഫലമായിട്ട് ഉണ്ടാകണതല്ല. അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതുമല്ല. അള്ളാഹു ജീവൻ ഉണ്ടാകുന്നതിന് വെച്ച ഒരു സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിയിട്ട് നമ്മൾ കോഴിമുട്ട വേറെ രീതിയിൽ വിരിയിക്കുന്നത് പോലെയൊക്കെയുള്ള സംഗതികളൊക്കെ ഉണ്ട് എന്നതല്ലാതെ അതിന് തന്നെ ജീവൻ നൽകുന്നത് കോഴിമുട്ട വിരിയിക്കുന്നവനാണ് എന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നത് അവനാണ്. വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, അതുപോലെ ജീവനില്ലാത്തത് ജീവനുള്ളതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവനും അവനാണ്. അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ളത് ജീവനില്ലാത്തത് എന്ന വ്യത്യാസം അവന്റെ ഒരു കൽപ്പനയുടെ വ്യത്യാസം മാത്രമാണ്. ജീവനുള്ളതാവുക എന്ന നിർദ്ദേശം അവൻ നൽകുന്നതോടുകൂടി
ഏത് സംഗതിയും ജീവനുള്ളതായി മാറും. മൂസ അലൈഹി ഇസ്ലാമിന്റെ വടി ജീവനില്ലാത്തതായിരുന്നു. അതിനെ ജീവനുള്ളതാക്കി മാറ്റി ഒരു സർപ്പമാക്കി മാറ്റിയത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അത് ഈജിപ്തിലെ ആളുകൾക്ക് ഒരു കൺകെട്ടായിട്ടല്ല, ഒരു ശരിയായ ഒരു അനുഭവമായിട്ട് തന്നെയാണ് അതുണ്ടായത്. അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ മൊയ്ജിസത്ത് ആയിക്കൊണ്ട് കാണിക്കപ്പെട്ട ആ സംഗതിയുടെ മുന്നിൽ സാഹിറുകളുടെ ജാലവിദ്യകളൊക്കെയും തന്നെ നിഷ്പ്രഭമായി പോവുകയുണ്ടായത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്ത പലതും പുറത്തു കൊണ്ടുവരുന്നുണ്ട് അല്ലാഹു. ഉദാഹരണത്തിന് ഒരു ചെമ്മരിയാടിന്റെ അതിന്റെ ഷെയറിങ് കഴിഞ്ഞാൽ അതിന്റെ രോമം നമ്മൾ കളക്ട് ചെയ്തിട്ട് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുകയാണ്. ജീവനുള്ള ഒരു ജീവിയിൽ നിന്നാണ് ജീവനില്ലാത്ത പ്രയോജനകരമായ ഇത്തരം സംഗതികൾ നമുക്ക് ലഭിക്കുന്നത്. ഇതേപോലെ ജീവനുള്ള അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് ലൈഫ്ലെസ് ആയ സംഗതികൾ പലതും നമുക്ക് സംഭരിക്കാൻ സാധിക്കും. അതേപോലെ ഇപ്പോ ഒരു കോഴിമുട്ടയായിരിക്കുമ്പോൾ അതിന് ജീവന്റെ തുടിപ്പുണ്ടായിട്ടില്ല. അത് വിരിഞ്ഞു വരുമ്പോൾ അതിന് ജീവന്റെ തുടിപ്പ് ലഭിച്ചതിന് ശേഷമാണ് അത് ആ തൊണ്ട് പൊട്ടിച്ച് പുറത്തു വരുന്നത്. അപ്പോ ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു കൂടെ പറയുന്നത് ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണത്. അതുപോലെ ജീവൻ ഉള്ളതിൽ നിന്ന് ജീവൻ ഇല്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നതും അവൻ തന്നെയാണ്. വയുഹീൽ അർള ബഅദ മൗതിഹ, മൃതപ്രായമായി കിടന്ന ഭൂമിയെ ജീവസുറ്റതാക്കി മാറ്റുന്നതും അവനാണ്. ജീവന്റെ തുടിപ്പോ ചലനമോ ഇല്ലാത്ത നൂറ്റാണ്ടുകളായിട്ട് ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂപ്രദേശം അതിനെ ജീവനുള്ളതാക്കി മാറ്റുന്നത് അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് വകദാലിക തുഖ്റജൂൻ, ഇതേ വിധത്തിൽ നിങ്ങൾ ഒരു നാളിൽ പുറത്തു വരപ്പെടുന്നതാണ് എന്നാണ്. നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതാണ്. കുഴിമാടങ്ങളിൽ നിന്നും നിങ്ങളുടെ ശരീരാവശിഷ്ടങ്ങൾ എവിടെയൊക്കെയായിരുന്നോ ചിതറിക്കിടന്നിരുന്നത് അവിടെ നിന്നൊക്കെ ആയിട്ട് നിങ്ങളെ വീണ്ടും ജീവനുള്ള മനുഷ്യരായിട്ട് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് ഇതുപോലെ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. പുനരുജ്ജീവനം എന്നത് അസാധ്യമായ ഒരു സംഗതിയാണ് എന്ന് സങ്കല്പിക്കുന്ന പലരും ഉണ്ട്. പക്ഷെ പ്രപഞ്ചത്തിലുള്ള സകല സംഗതികളും നൽകുന്ന സൂചന അത് തീർത്തും സാധ്യമാണ് എന്നതാണ്. എത്രയോ തലമുറകൾ മുമ്പ് ഉണ്ടായിരുന്ന ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ ചത്തുപോയ, അത് നശിച്ച് ഒടുങ്ങിപ്പോയതിന് ശേഷം അവയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുതിയ ജീവൻ അല്ലെങ്കിൽ പുതിയ ചെടികളും മരങ്ങളും ഒക്കെ നാമ്പിട്ട് കിളിർത്തു വരുന്നത് നമുക്ക് ഭൂമുഖത്ത് തന്നെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയ ആളുകള് ഈ മൃതപ്രായമായ മണ്ണിന്റെ ഭാഗമായിട്ട് ജീവന്റെ യാതൊരു അംശവും ഇല്ലാത്ത വിധത്തില് മണ്ണിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞതിന് ശേഷവും ആ മരിച്ചുപോയ ആളുകളെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരിക എന്നത് വളരെ സ്വാഭാവികമായ, തീർത്തും സംഭവ്യമായ ഒരു കാര്യമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ ഈ വിധത്തിൽ സംവിധാനിക്കാൻ കഴിഞ്ഞ വളരെ ഏറെ കഴിവുകളുള്ള ഒരു ശക്തി, അവന് ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെയോ മനുഷ്യരെയോ ഒക്കെ വീണ്ടും തന്റെ മുന്നിൽ ഹാജരാക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങളാരും കരുതേണ്ടതില്ല എന്നാണ് അള്ളാഹുവിടെ നൽകുന്ന ഒരു പരോക്ഷമായിട്ടുള്ള ഒരു സൂചന, ഒരു ആർഗ്യുമെന്റ് അതാണ്. അപ്പോ നമ്മൾ ഇന്ന് 3 ആയത്തുകളാണ് പഠന വിധേയമാക്കിയിട്ടുണ്ടായത്. സൂറത്തുർ റൂമിലെ
17 മുതൽ 19 വരെയുള്ള ആയത്തുകൾ. ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട്. ഒന്നോ രണ്ടൊക്കെ പറഞ്ഞാലും നമ്മുടെ സമയക്രമമൊക്കെ തെറ്റുന്നുണ്ട്. അപ്പോ ഒരു ചോദ്യം പരിഗണിക്കാന്ന് വിചാരിക്കുന്നു, ബാക്കി മറ്റൊരു അവസരത്തിലാകാം. അപ്പോ ഇത് ദീപ്തി എന്ന പേരിലുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധം ലോകം മുഴുവൻ ഇസ്ലാമാക്കാൻ പോകുന്ന വിശുദ്ധ യുദ്ധമാണോ എന്നാണ്. അത് ദീപ്തി വിലയിരുത്തിയിട്ട് മനസ്സിലാക്കിക്കോളൂ, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളെപ്പോലെ എല്ലാ കാര്യങ്ങളും പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ മാത്രമാണ് നമ്മളതില് പങ്കാളികളും അല്ലല്ലോ. അപ്പൊ നമുക്കിത് അറിയില്ല എന്താണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ളത്. ആരാണ് പഹൽഗാമില് നിരപരാധികളായ സന്ദർശകരുടെ മേലെ നിറയൊഴിച്ചത്, കുറെ പേരെ കൊന്നിട്ടത് ആരാണ്, അത് ഒരു കാരണമായി ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത് ആരാണ്, അവരുടെയൊക്കെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊന്നും നമുക്ക് തീർത്തും പറയാൻ കഴിയുന്ന വിധത്തില് വസ്തുതകൾ, ഫാക്ട്സ് പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഏത് വിധത്തിലുള്ളതാണ് എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇന്ത്യ ഈ പഹൽഗാം സംഭവത്തിനോട് പ്രതികരിച്ചുകൊണ്ട് സൈനിക നടപടിയിലേക്ക് പോയി. പാകിസ്ഥാൻ അതിനോട് പ്രതികരിച്ചു എന്നത് ഒരു വസ്തുതയാണ്. ഇതാണ് നമ്മൾ കാണുന്ന ഒരു ചിത്രം. അതില് ലോകം മുഴുവൻ കീഴടക്കാനുള്ള ഇസ്ലാം എവിടെയാണ് വന്നത് എന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാനും അത് സ്ഥാപിക്കാനും ഒക്കെ നിങ്ങൾക്കാണ് അതിന്റെ ബാധ്യതയുള്ളത്. പിന്നെ യുദ്ധത്തിലൂടെ ലോകത്തെ മുഴുവൻ കീഴടക്കി ഈ കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു പദ്ധതിയല്ല. അക്രമകാരികളായ ഭരണാധികാരികൾ ലോകത്ത് വിളയാട്ടം നടത്തുമ്പോൾ സമൂഹങ്ങളുടെ മോചനത്തിന് ചിലപ്പോൾ സൈനിക നടപടിയോ അല്ലെങ്കിൽ യുദ്ധ നീക്കങ്ങളോ ഒക്കെ പല ഘട്ടങ്ങളിലും ഇസ്ലാം നിർവഹിച്ചിട്ടുണ്ടാകും, ഇസ്ലാമിക സമൂഹം നിർവഹിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടുടനെയുള്ള കാലത്ത്, ഖലീഫമാരുടെ കാലത്തൊക്കെ അങ്ങനെയുള്ള സംഗതികൾ അരങ്ങേറിയിട്ടുള്ളത് കാണാൻ സാധിക്കും. അത് ആ നാടുകളിലെ, ആ പ്രദേശങ്ങളിലെ അക്രമികളും മർദ്ദകരും ഒക്കെയായ ഭരണാധികാരികള് അവരുടെ കീഴില് ഞെരിഞ്ഞമർന്നിരുന്ന സമൂഹത്തെ വിമോചിപ്പിക്കാനും അവർക്ക് പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിന്റെ സന്ദേശം കേൾക്കാൻ, അത് ഉൾക്കൊള്ളാൻ ഒക്കെ അവസരം ഉണ്ടാകാനൊക്കെ വേണ്ടി അക്രമ മർദ്ദക ഭരണകൂടങ്ങൾക്കെതിരിലൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അത് നിഷേധിക്കുന്നില്ല. ലോകം കീഴടക്കി ഇംപീരിയലിസ്റ്റ് ശക്തികളെ പോലെ അതിന്റെ വിഭവങ്ങളെ ചൂഷണം ചെയ്ത് അതൊക്കെ കൈയടക്കി വെക്കുക എന്നൊരു പരിപാടി ഇസ്ലാം ഒരു ഘട്ടത്തിലും ചെയ്തിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സൈനിക നടപടിയിലൂടെ ഏതെങ്കിലും രാജ്യത്തെ അക്രമകാരികളായ ഭരണാധികാരികളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുന്നത്, അത് അങ്ങനെ സൈനിക നീക്കം നടത്തുന്ന ആളുകൾക്ക് ആ ഭൂപ്രദേശം കൈയടക്കാൻ വേണ്ടിയോ അവിടുത്തെ വിഭവങ്ങൾ അവരുടേതാക്കി മാറ്റാൻ വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല എന്ന വസ്തുത ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കൂടുതലായിട്ട് നിങ്ങൾ പഠന വിധേയമാക്കുക. പിന്നെ ഇവിടെ ദീപ്തി തന്നെ ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം, ജീവിക്കാൻ അല്ലാതെ ലോകം മുഴുവൻ യുദ്ധം ചെയ്ത് ഇസ്ലാം ആക്കണോ മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. അപ്പോ ജീവിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാം, ഇസ്ലാം ആക്കാൻ വേണ്ടി യുദ്ധം ചെയ്യരുത് എന്നാണ് ഇവിടെ ദീപ്തി സൂചിപ്പിക്കുന്ന കാര്യം. എനിക്ക് പൂർണ്ണമായിട്ട് ദീപ്തിയോട് യോജിപ്പാണുള്ളത്. നമ്മൾ ജീവിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ശ്വാസം അയക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ ചിലപ്പോൾ ഇടപെടൽ നടത്തേണ്ടി വരും. അത്രയൊക്കെ അതിൽ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റു സമൂഹങ്ങളുടെ വിഭവങ്ങളെ കൊള്ളയടിക്കാനോ സ്വന്താക്കാനോ ഒന്നും ഇസ്ലാമിന്റെ നിർദ്ദേശമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ ഇവിടെ പരാമർശിക്കപ്പെട്ട യുദ്ധ സാഹചര്യം എന്നൊക്കെ പറയുന്നത് അത് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോന്ന് എനിക്കറിയില്ല. പാകിസ്ഥാൻ അങ്ങനെ ഇസ്ലാമിന്റെ അടിത്തറയിൽ ബിൽഡ് ചെയ്യപ്പെട്ട ഒരു രാജ്യവുമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അത് സ്ഥാപിച്ചത്
മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്നയ്ക്ക് ചില താല്പര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ആ താല്പര്യങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം എവിടെയാണ്, എത്രത്തോളാണ് എന്നതൊക്കെ നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കി തന്നെ വേണ്ടി വരും. കാരണം പേരാണ് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി എന്നതായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ ആ ഇസ്ലാം രാജ്യത്തിനെതിരിൽ വലിയ സൈനിക നേതൃത്വം നൽകിക്കൊണ്ട് രംഗത്ത് വന്ന ആളാണല്ലോ സോഫിയ ഖുറൈശി. ഇന്ത്യക്ക് വേണ്ടിയാണല്ലോ അവര് പോരാടിയിട്ടുള്ളത്. അപ്പോ ഇത് പേര് തരുന്ന സൂചനകളൊക്കെ വളരെ മിസ്ഗൈഡിങ് ആയിരിക്കും പലപ്പോഴും. പാകിസ്ഥാനിൽ ധാരാളം മുസ്ലിങ്ങളുണ്ട്. അവരിൽ പലരും അവിടെ ഒരു ഇസ്ലാമിക സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നതൊക്കെ ഒരു സത്യമാണ്. അതേസമയത്ത് പാകിസ്ഥാൻ എന്ന ഭരണ സംവിധാനം തുടക്കം മുതൽ ഇന്നു വരെ തന്നെ അങ്ങനെ ഫോൾട്ടറിങ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. അതൊരിക്കലും തന്നെ ശരിയായ ലക്ഷ്യങ്ങളോടെ അതിന് അർഹരായ ആളുകൾ മുൻകൈയെടുത്തുകൊണ്ടൊന്നുമല്ല രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇന്ത്യയിൽ നിന്ന് പല ആളുകളും ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് പാകിസ്ഥാൻ ആവാൻ പോകുന്നത് എന്ന ഒരു ധാരണയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തില് ഇസ്ലാമിക സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള ഇസ്ലാമിക നിയമ വ്യവസ്ഥ അനുസരിച്ചുള്ള ഒരു വ്യവസ്ഥ അവിടെ നിലവിൽ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ പാകിസ്ഥാനിലേക്ക് പോയവരൊക്കെ ഉണ്ടാകാം. അത് കുറഞ്ഞ ആളുകൾ അങ്ങനെ പോയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്, സ്വാഭാവികതയുള്ള ഒരു വസ്തുതയാണ്. രാഷ്ട്രീയ നേതാക്കന്മാര് കരുനീക്കങ്ങൾ നടത്തുന്നത് പലപ്പോഴും അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്. അതില് ഇസ്ലാമോ ഹിന്ദുമതോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. ഇപ്പോഴും നമ്മുടെ രാജ്യത്തും അങ്ങനെയൊക്കെയുള്ള പല ചലനങ്ങളും നടത്തുന്ന മത താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊരു വസ്തുതയാവണമല്ലോ. അങ്ങനെ അല്ലാതെ ഇപ്പൊ ഇസ്ലാമേ അല്ലാത്ത ഒരാള് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാത്ത ഒരാള് ഇസ്ലാം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നതുകൊണ്ട് അത് ഇസ്ലാമിന്റെ ഒരു മുന്നേറ്റോ ഇസ്ലാമിന്റെ ഒരു സംരംഭമോ ആവുകയില്ലല്ലോ. അതിനുള്ള അർഹത കൂടി വേണ്ടേ? അതില് ഇപ്പൊ ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളാൻ ഒരു അർഹത വേണ്ടതുണ്ട്. അത് അയാള് അടിസ്ഥാനപരമായി വിശ്വാസമുള്ള ആളാവുകയും ആ ധർമ്മവ്യവസ്ഥയിൽ ജീവിക്കുന്ന ആളാവുകയും ചെയ്യണം. അപ്പോഴേ അത് ഫലവത്താവുകയുള്ളൂ, അത് ഇസ്ലാമിൻ്റെതായിട്ട് പരിഗണിക്കാൻ കഴിയുള്ളൂ. ഹിന്ദുത്വത്തിൻ്റെതും ഹൈന്ദവ വിശ്വാസത്തിൻ്റെതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരാണ് അതിനു വേണ്ടി രംഗത്ത് വരുന്നത്? ചില ആളുകളുടെ ആംബിഷൻ ആയിരിക്കും, പൊളിറ്റിക്കൽ ആംബിഷൻ റിയലൈസ് ചെയ്യാൻ വേണ്ടി അയാള് അല്ലെങ്കിൽ ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ടാകും. അതിനെ എങ്ങനെയാണ് ഹിന്ദുമതത്തിന്റെ താല്പര്യം റിയലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മുന്നേറ്റമായിട്ട് കാണാൻ പറ്റുക? അതിനുള്ള അർഹതയുള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചെന്ന് വരും. പക്ഷെ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല എല്ലായ്പ്പോഴും. ചരിത്രത്തില് അങ്ങനെ ആയിരുന്നില്ല എന്ന വിധത്തിൽ വിലയിരുത്താനാണ് ഇത്തരം സംഭവങ്ങളെ പലതിനെയും നമുക്ക് അത് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ സാധിക്കുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. പിന്നെ ദീപ്തി ഉന്നയിച്ച മറ്റൊരു ചോദ്യം, ഇവിടെ കുറെ വിഡ്ഢികൾ മരണം കഴിഞ്ഞുള്ള ഫിക്ഷൻ ആലോചിച്ചാണ് ജീവിതത്തെ ജീവിക്കുന്നത്. ഈ ഫിക്ഷനിൽ മെയിൻ പെണ്ണാണ് എന്നത് ആണ് കോമഡി. ആ കോമഡി പറയുന്നതിൽ ഒരു ഉളുപ്പും നാണവും ഇല്ല എന്നത് ആണ് വിഡ്ഢികളുടെ അവസ്ഥ എന്നാണ്. ദീപ്തിയെ ഞാൻ അവരുടെ ഈ ക്രിറ്റിക്കൽ തിങ്കിങ്ങിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അവര് ഈ വിമർശന ബുദ്ധിയുള്ള അന്വേഷണവും വിലയിരുത്തലും ഈ പരിഹാസം അങ്ങ് ഒഴിവാക്കിയിട്ട് ആ അന്വേഷണം ആയിട്ട് മുന്നോട്ട് പോകണം. ജീവിതം മരണത്തോടെ തീർത്തും നിരർത്ഥകമായ ഒരു സംഗതിയാണോ അല്ലേ എന്നത് അവര് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ. നേരത്തെ ചില ആളുകൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അവര് ചില തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ദീപ്തിക്കും അന്വേഷിക്കാം, എന്നിട്ട് തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യാം. ഉളുപ്പും നാണവും ഇല്ലാതെ എന്നൊക്കെ പറയണതില് ഒരു ബാലിശ്യതയില്ലേ? അത് വളരെ ചൈൽഡിഷ് ആയിട്ട് തോന്നിപ്പോവുക. കാരണം ഒരാളുടെ ലോജിക്കൽ ഗ്രൗണ്ട് എന്താണ്, ഞാനൊരു നിഗമനത്തിലേക്ക് വന്നതിന്റെ അടിത്തറ എന്താണ് എന്നത് മനസ്സിലാക്കിയാലേ ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ, വളരെ ഗൗരവമുള്ളതാണോ അതോ എളുപ്പുന്നാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും അവസരമുണ്ട്, ദീപ്തിക്കും അവസരമുണ്ട്. അപ്പോൾ ദീപ്തി ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക, ജീവിതം ഒരു നഷ്ടമാവാത്ത വിധത്തിലുള്ള
ചില ശരിയായ തീരുമാനങ്ങളിലേക്ക് എത്താൻ ദീപ്തിക്ക് പടച്ചു തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.